ആ സാറോ? അകത്തുണ്ടോ? ഉണ്ട്, വാ. ഓക്കെ. വേണോ? ദേ നോക്കി. സോമരാജൻ സാറാ? വിളിച്ചപ്പോൾ ഋഷി പറഞ്ഞൂടെ ഉണ്ടെന്ന്. പേടിക്കണ്ട, ഡിസ്റ്റർബ് ചെയ്യാതെ പെട്ടെന്ന് പോയിക്കോളാം. ഓ ഓ ഓ അപ്പൊ ഞാൻ കള്ളസാക്ഷി പറഞ്ഞോണ്ട് ഗുണമുണ്ടായി. ഇന്നാണ് ഫാക്സ് കിട്ടിയത്. IPS കൺഫേം ചെയ്തു. സാറിന്റെ IPS വെള്ളത്തിലാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഡൽഹിയിൽ നിന്ന് 5 കൊല്ലം കൂടിയിട്ട് ഞാനിവിടെ പൊട്ടിമുളച്ചത്. മൊഴി മാറ്റി പറയാൻ. താങ്ക്സ്. ഓ താങ്ക് യു. ആ പണ്ട് ഇവിടുത്തെ കച്ചവടം ചുരുട്ടി കെട്ടി പോകുമ്പോൾ ഈ ഡാഷിന്റെ ഇടയിലേക്ക് ഒരിക്കലും തിരിച്ചു വല്ലതും തീരുമാനിച്ചാ ഞാൻ. അപ്പൊ ഞാൻ വന്നോണ്ട് ഗുണമുണ്ടായി. ആ അറിയില്ലേ, SP സോമരാജൻ സാറ്, സ്പെഷ്യൽ ബ്രാഞ്ച്. ഇച്ചിരി കാലം സസ്പെൻഷനിലായിരുന്നു. കൂടെ ഒരു ക്രിമിനൽ കേസും. സാറ് പ്രതി, വാദി ഞാനും. വാർത്തകൾ തുടരുന്നു. 2 മുള പ്രധാന വാർത്തകൾ. വടകര പെൺവാണിഭ കേസിൽ മന്ത്രി കുഞ്ഞുമൊയ്തീനും ഉൾപ്പെടുന്നു. റിട്ടയർഡ് DYSP രാമരാജൻ. കുട്ടിക്കാനം ആദിവാസി മേഖലയിൽ ഭൂമാഫിയ തരപ്പെടുത്തിയത് 420 വ്യാജ പട്ടയങ്ങൾ. വാർത്തകൾ വിശദമായി. വടകര വണ്ടി ഒരു സെക്കൻഡ് റിവേഴ്സ് ഗിയർ വീണു തോന്നുന്നു. ഈ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല സാർ. വേണമെങ്കിൽ യു ടേൺ എടുക്കാം. വേണു, ഒരു യൂ ടേൺ എടുക്കാം. എന്തായാലും ഉമ്മാർക്കറിയാത്ത ഏരിയല്ലേ, ഒരു കഥയ്ക്ക് സ്കോപ്പ് ഉണ്ടെങ്കിലോ. എടുക്കണോ? ചുമ്മാ എടുക്കടാ. സർ പ്ലീസ് സർ. ഒരു 5-5.5 കൊല്ലം മുമ്പ് 7 ദിവസം നീണ്ടുനിന്ന നിരാഹാരത്തെ തുടർന്ന് അവശനിലയിലായ കവയത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ രാധാദേവിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. ചമ്പക്കര മാലിന്യ പ്രശ്നത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പൗരസമിതി നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാധാദേവി നിരാഹാരം ആരംഭിച്ചത്. കിട്ടിയോ സർ? പോലീസ് അങ്ങോട്ട് അടുപ്പിക്കുന്നേ ഇല്ല. എന്താ കമ്മീഷണറുടെ പെർമിഷൻ? അവർക്ക് ബോധം വീണ് കഴിഞ്ഞാൽ അവർക്കൂടെ താല്പര്യമുണ്ടെങ്കിൽ 1 മണിക്കൂർ ഇന്റർവ്യൂ. സർ കാഷ്വാലിറ്റിയിലേക്ക് പോവാം. ഞാനാ ഈ ഉണക്ക ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യാൻ? ഞാനാ മോന്തയ്ക്ക് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് മാറി നിന്ന് ബോറടിക്കാൻ ഞാൻ? പോടാ, നിങ്ങളുമായി ഷൂട്ട് ചെയ്താൽ മതി. സാർ സാറിന്റെ പേരിലല്ല പെർമിഷൻ. റോയിറ്റേഴ്സ് വേണു. സാറില്ലെങ്കിൽ പോലീസുകാരടക്കം ഒന്ന് തുടക്കി വെച്ചിട്ട് സാർ പോയിക്കോ. ഇത് വെറുതെ മനുഷ്യനെ. വാ. പറ്റില്ല, ഇന്റർവ്യൂ എടുക്കാനൊന്നുമല്ല. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്ക് അറിയണം. കാണാൻ പറ്റില്ല. അതാ ചോദിച്ചത്, എന്തുകൊണ്ട് പറ്റില്ല? പറ്റില്ല, അത്ര തന്നെ. പറ്റൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഏതാടാ ഈ ആവേശകുമാരി? രേണുക, ജൂനിയർ റിപ്പോർട്ടർ, ഭാരത് വിഷൻ. തുടക്കത്തിന്റെ ആവേശ. ഞാനൊന്ന് കാണണല്ലോ. തെമ്മാടിത്തരം കാണിക്കുന്നോടി ചൂലേ. പോലീസുകാരെ കൈ വെക്കുന്നുണ്ട്. പെണ്ണുങ്ങളെ ഡീൽ ചെയ്യാനല്ലോടോ കോപ്പെ വനിതാ പോലീസിൽ നിർത്തിയിരിക്കുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് നീ എന്തിനാ ഉണ്ടാക്കുന്നത്? ചുരുട്ടി കൂട്ടി വണ്ടിയെ ഈ പട്ടിയെ. പത്രക്കാരെ കൈ വെക്കുന്നടാ പാന്നി. അടിച്ചു കൊള്ള ഈ നായിന്റെ പണി. വേണു സാറാ? റൈറ്റേഴ്സിന്റെ വേണോ? ആ എന്നിട്ട് എന്താ? റിപ്പോർട്ടർ രേണുകയെ DYSP സോമരാജൻ സാറ് മുഖത്ത് പിടിച്ച് തളർന്ന് കണ്ടു. എന്നിട്ട് എന്നിട്ട് ഞാൻ വളരെ മയത്തില് മര്യാദയ്ക്ക് DYSP സാറിനോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട സാർ, ഒരു പെൺകുട്ടിയോട്, അതൊരു മാധ്യമ പ്രവർത്തകയോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ എന്ന്. അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, അതൊക്കെ ചോദിക്കാൻ നീ ആരടാ ഇങ്ങനെ വെച്ചിട്ട് മോനെ എന്ന് ചോദിച്ച് ചെവിട്ടതൊരൊറ്റ അടി. പിന്നെ ഇവിടെ ഈ നെഞ്ചിന്റെ ഈ ഭാഗത്ത് ഒരു ഒറ്റ ചവിട്ടും. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല സാർ. പ്ലീസ് എനിക്കൊന്നും ഓർമ്മയില്ല. എഴുതിയോടോ സാർ? ഓക്കെ ഡോക്ടർ. ഗുഡ് സർട്ടിഫിക്കറ്റ് റെഡിയാണ്, അത് വാങ്ങിച്ചോളൂ. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട്? പെയിനുണ്ടോ? ഉണ്ട്, മെഡിക്ലെയിം ഒക്കെ ഉണ്ട്. പെയിൻ ഉണ്ടോന്നാ ചോദിച്ചത്. പെയിൻ ഉണ്ട്. ഇതിങ്ങനെ മൂടി കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അത് അഴിച്ചു മാറ്റിയാലും ആ ചെവിനി കേൾക്കില്ല.
അല്ല വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ. ഇയർ ഡ്രം ടോട്ടലി ഡാമേജിലാണ്. ഇനിയിപ്പോൾ ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ടി വരും. സാവധാനം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഓക്കെ. അതെ, നീ ടെൻഷനാവരുത്. ഏ നീ അതെ, നീ ടെൻഷനാവരുത്. കേൾക്കുമ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും. എന്നാലും എങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് ഡോക്ടർ ഇപ്പൊ എന്താ ഇത് ഒരുമാതിരി അവിഞ്ഞ സിനിമ കാണുന്ന പോലെ മുക്കിയും മൂളിയും. എനിക്ക് ക്യാൻസറാണ്, എനിക്ക് ബ്ലഡ് ക്യാൻസറാണ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ പറഞ്ഞ പോലെ കേട്ടാ പൊട്ടാ. ഞാനല്ലടാ പൊട്ടൻ, ഇപ്പൊ നീയാ പൊട്ടൻ. നിന്റെ ആ ചെവി നീ കേക്കില്ലടാ ഒരിക്കലും. അത് കേൾക്കണമെങ്കിലേ മറ്റേ സുനാപ്പിളി വെക്കണം, ഹിയറിംഗ് എയ്ഡ്. അതാ പറഞ്ഞത്. ആ അപ്പൊ ഇത് പോയി. പ്രേമിച്ച പെണ്ണിന് പണ്ട് ചെവി മുറിച്ചു കൊടുത്തിട്ടുണ്ട് ചിത്രകാരൻ വാൻഗോ. ഒരു പ്രേമവും മണ്ണാങ്കട്ടെ ഇല്ലാതെ നിനക്ക് ഞാൻ എൻ്റെ ചെവി തന്നില്ലേ കൊച്ചേ. നന്ദി വേണം കേട്ടോ, നന്ദി നന്ദി ഡാ, വേണം. നീ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നന്ദിയോ? അല്ല പ്രേമം. അതിനി ഉണ്ടായാലും മതി, കാര്യങ്ങളൊക്കെ ഒത്തുവരും. അതൊക്കെ ഇനി ഒത്തുവരും. ആ ഇപ്പൊ തന്നെ ഓൾറെഡി ലേറ്റാ. എന്നാ ഒരു ടാക്സി വിളിച്ചു വരാൻ പറയടാ. Okay. ഇയാൾ ഉണ്ടാക്കാതെ പോയെ. ഏ? ആ. വേണു വേണു. എന്റെ പൊന്നോ, അവിടെ നിന്ന് അങ്ങോട്ട് എന്തായിരുന്നു പ്രേമെന്നൊന്നുമല്ല പറയേണ്ടത്. ഞെരമ്പ് കുട്ടി വരെ ഒരു പോക്കല്ലായിരുന്നു രണ്ടും കൂടെ. അങ്ങനെ ഒരു പ്രണയത്തിന് ഈ പോലീസുകാരൻ കാരണമായി. ബാക്കി കഥ ഞാനില്ലല്ലോ. അപ്പോ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night. എന്നിട്ട് എന്നിട്ട് ഹേയ്, ഇതെവിടെയായിരുന്നു? അയ്യോ, മിനിസ്റ്ററുടെ പ്രസ് മീറ്റ് തുടങ്ങാനായി. ഞാൻ വിളിക്കാം. അത്യാവശ്യ ഒരു എക്സ്ക്ലൂസീവ് ഉടനെ കവർ ചെയ്യണം. എന്താ വിഷയം? പറയാം, നീ വേഗം വാ, ഞാൻ പുറത്തുണ്ട്. മോണിച്ച, അതെ, ഒരു എക്സ്ക്ലൂസീവ്. ഞാൻ അങ്ങോട്ട് പോവാ. അപ്പൊ കവർ ചെയ്യാൻ ഞാൻ വരണ്ടേ? ഇത് കവർ ചെയ്യുന്നതേ വേണു സാറാ, റോയിറ്റേഴ്സിന്റെ വേണു. ക്യാമറാമാൻ വേണുവിനോടൊപ്പം രേണുക. വാ, കേറ്. എന്താ എക്സ്ക്ലൂസീവ്? ഒക്കെ പറയാം. ഇതേതാ സ്ഥലം? കെൽവിൻ ജോസഫിന്റെ ഗസ്റ്റ് ഹൗസ്. ഋഷിയുടെ പുതിയ ചാനലല്ലേ, അതിനെ ഫണ്ട് ചെയ്യുന്ന കക്ഷി അത് തന്നെ. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട്? അതെ, ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. എക്സ്ക്ലൂസീവിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലോ. വാ പോരാൻ. ഏയ്, വേണു, വേണു, വിട്. അല്ല, എന്താ ഉദ്ദേശം? എന്റെ ദുരുദ്ദേശം? ഉവ്വ, അതങ്ങേ പള്ളി പോയി പറഞ്ഞാ മതി. ഓ അത് അയ്യോ വേണ്ട, വേണ്ടെന്നേ. കല്യാണത്തിന് മുമ്പ് അതൊന്നും വേണ്ടെന്നേ. അതാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിലേ തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. പിന്നെ അതെന്താ ഇല്ലാന്ന് പറഞ്ഞപ്പോ നിനക്കൊരു നിരാശ? അയ്യടാ, നിരാശ. ഏയ്, യ്യോ. നിനക്ക് കുക്കിംഗ് അറിയാം? അത്യാവശ്യം. ഓക്കെ, എവിടെ കിച്ചൺ? ദാ അവിടെ. എന്താ വേണ്ടേ, ടീയോ കോഫി? അതിനു മുമ്പ് നീ എന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഏ, പാട്ടോ? ആ മ്യൂസിക് ട്രാക്ക് കരോക്കി. കുട്ടി, നമ്മൾ ജീവിതത്തിൽ അടിക്കടി നേരിടേണ്ടി വരുന്ന രണ്ട് ഭീകര പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന് നിന്റെ കുക്കിംഗ്, രണ്ട് എന്റെ പാട്ട്. ഇന്ററാക്ഷൻ നമുക്ക് അവിടുന്ന് തുടങ്ങാം.